എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാറി പള്ളിക്കരയിൽ മനോഹരമായിട്ടുള്ള ഒരു വീട്. 5 സെൻറ്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2600 സ്ക്വയർ ഫീറ്റുള്ള 5 ബെഡ്റൂമുള്ള ഒരു വീടാണിത്. മോഡേൺ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് വരുന്നത്. ഒരു ഭാഗത്ത് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കാണാം. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ 2 വലിയ ബാൽക്കണികൾ കൊടുത്തിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് വീടിൻ്റെ എലവേഷൻ ചെയ്തിരിക്കുന്നത്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ്. ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. 2 ഗേറ്റുകളാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു പെഡസ്റ്റൽ ഗേറ്റും ഒരു സ്ലൈഡിംഗ് ഗേറ്റും. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വലിയ വിശാലമായിട്ടുള്ള മുറ്റം നൽകിയിരിക്കുന്നു. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നു. 2 വാഹനങ്ങൾ ഈ വീട്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കാവുന്ന സൗകര്യം കൂടി നൽകിയിട്ടുണ്ട്. ബസ് റൂട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 300 മീറ്ററാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ വലിയ ഒറ്റപ്പാളികളുള്ള മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. തേക്കുഡിലാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയയാണ്. ഈ ഭാഗത്ത് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു. ഇവിടെയെല്ലാം നിഷകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇവിടെ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ആ ജനലാണ്. മുകൾ ഭാഗത്ത് ലൂവർ ഡിസൈൻ പാറ്റേണുകൾ കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിനോട് തൊട്ട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴിയിലായിട്ട് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നു. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഇവിടെ ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. താഴെ വാനിറ്റി കൗണ്ടർ നൽകിയിരിക്കുന്നു. സ്റ്റെയറിന് അടിയിലായിട്ടാണ് ഈ ഭാഗം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഭിത്തിയിൽ വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. വലിയ വിശാലമായിട്ടുള്ള കിച്ചൺ. ഷേപ്പ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നു. താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്ക് നൽകിയിരിക്കുന്നത്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്. ഇതാണ് വർക്ക് ഏരിയ. ഫുള്ളി കവേർഡായിട്ടുള്ള വലിയ വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെ നമുക്കിവിടെ കാണാം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഈ വാഷ് കൗണ്ടറിനോട് ചേർന്നതായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഒരു ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ 4 പാളി ജനൽ ഇവിടെയും കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ ഒരു വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. കൂടെ ഒരു വർക്കിംഗ് ടേബിളും നൽകിയിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് തന്നെ നൽകിയിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. വൈറ്റ് കളർ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലോസറ്റ്, സെൻറ്റർ ഭാഗത്ത് ഷവർ വരുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ വലിപ്പമുള്ളതാണ് ഈ ബെഡ്റൂമും. എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ഡ്രസ്സിങ് ഏരിയയും വരുന്നുണ്ട്. ഇതാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അത്ര വലിപ്പം ഇതിലില്ല, പക്ഷെ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പ് വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലായി വരുന്നത് ഗ്ലാസും വുഡുമാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത്
ഈ കാണുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അവിടെ ഒരു ഷാൻലിയർ നൽകിയിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ ഭിത്തിയിലായിട്ട് വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു TV യൂണിറ്റ് അവിടെ ഒരുക്കിയിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമുകളാണുള്ളത്, ഒരു യൂട്ടിലിറ്റി സ്പേസും. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട്, ബാത്റൂം. ഈ ബെഡ്റൂമിനോട് തൊട്ട് ചേർന്ന് തന്നെ അടുത്ത ബെഡ്റൂമും നൽകിയിട്ടുണ്ട്. ഇതാണ് അടുത്ത ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകൾക്കും ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. 2 വശത്തും ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വർക്കിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആവുന്നുണ്ട്. അതിവിടെയാണ് വരുന്നത്. കോൺക്രീറ്റിൽ തന്നെയാണ് ഈ ഏരിയ ചെയ്തെടുത്തിരിക്കുന്നത്. ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വാഷിംഗ് മെഷീനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. വലിയ വിശാലമായിട്ടുള്ള ബാൽക്കണി. 5 സെൻറ്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള എലവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് പള്ളിക്കരയിലാണ്. വളരെ മികച്ച എലവേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് വീട് വരുന്നത്. കിണർ വെള്ളം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ KW വാട്ടർ കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്. ഒരു കണ്ടംപററി ഡിസൈനിലാണ്, ട്രഡീഷണൽ ഡിസൈനിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് വില ചോദിക്കുന്നത് 1,03,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.